ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണവരാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നമ്മുടെ ഈ മൊഞ്ചത്തി മടക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ, കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ പൊരിച്ച എണ്ണയിലേക്കാണ് ഉള്ളിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചെയ്യരുത്, നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഇഞ്ചി ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇടുക, കാരണം ചിക്കന് ഓൾറെഡി നമ്മൾ വേവിച്ചതാണല്ലോ, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാലയും അതുപോലെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ചിക്കന് പൊരിച്ച് വെച്ചേക്കുന്ന അതിലും മസാലകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അടച്ച് വെച്ച് വേവിക്കണം. എന്നാലും ഉള്ളി നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് ചിക്കൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചെടുക്കുക. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കണം. അതായത് കുഴക്കാനും പരത്താനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പിന്നെ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചെടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് കേട്ടോ. പിന്നെ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിലൊന്ന് അളന്നെടുത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, വേണമെന്നിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബാറ്റർ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ലൂസ് ബാറ്റർ ആക്കിയെടുക്കുക. ടൈറ്റിൽ ആക്കിയെടുക്കരുത് കേട്ടോ. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പാൻ വെക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്, തീ കൂട്ടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മൈദൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ദോശ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അത് ഒരു ഭാഗം എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഈ വീഡിയോയിലൊന്ന് കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്ത് നമ്മളിത് അതേപോലെ തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഡ്രൈ ആയി വരുമ്പം ആ ഭാഗത്ത് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യുക, തിരിച്ചിട്ട് കൊടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ബാറ്ററിൽ ദോശ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാ വീഡിയോയിൽ കാണുന്ന പോലെ. അഥവാ അതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മാവ് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ദോശ അതിൻ്റെ മേലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മസാല പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ദോശയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഈ മസാലയും ബാറ്ററും കഴിയുന്ന വരെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യലും മസാല ഇട്ട് കൊടുക്കലായിട്ട് അങ്ങനെ ഇതാക്കാം കേട്ടോ. കഴിയുന്ന വരെ ഒരു 8 ദോശ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലപ്പുറത്ത് എന്തായാലും പിന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം 8 വരെ പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, തിരിച്ചിടുക. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശ തടി കൂടാതെ വേണം ആക്കിയെടുക്കാൻ കേട്ടോ. തിന്നായിട്ട് വേണം ദോശ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ, നമ്മുടെ മൊഞ്ചത്തി മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴക്കാനും പരത്താനും നിൽക്കണ്ട, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.